咱们。对对对，我们都到了。നമ്മളെ അയ്യോ ഓടിക്കറച്ച് റെയിൽവേ സ്റ്റേഷനിലാണ്. ഒന്നുമില്ല, ഒരു 15 മിനിറ്റ് നേരത്തെ ട്രെയിനാണ്. പക്ഷേ ട്രെയിൻ മിസ്സായ പണിയാണ്. നമ്മളിന്ന് വേറെ സ്ഥലത്തേക്ക് പോവാം, പോയിട്ട് തിരിച്ചു വരും. അയ്യോ ഓടിക്കറച്ച് മതിയായി. എല്ലാവരും ഇവിടെ ഞങ്ങൾ താമസിക്കുന്ന സ്ഥലത്ത് നിന്ന് വണ്ടി കിട്ടാൻ പാടാണ്. അപ്പോൾ വണ്ടി കിട്ടി ഇപ്പോഴത്തേക്കും ലേറ്റായി. പിന്നെ രാവിലെ എല്ലാവരും എണ്ണിന് വന്നപ്പോഴത്തേക്കിനും അതും ലേറ്റുമായി. സോ ചൈനയിൽ നിന്നുള്ള മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഓട്ടമാടെ കുറേ ഓടി കതച്ച് ട്രെയിൻ വന്ന് പ്ലാറ്റ്ഫോമിൽ ഞങ്ങൾ വന്നപ്പോഴത്തേക്കിനും. We have to go to 16. Very good, appreciate. We'll get in here, man, and we go inside and walk. അയ്യോ, ഇവിടുത്തെ ട്രെയിനുകളെന്നൊക്കെ പറഞ്ഞാൽ പിന്നെ കറക്റ്റ് സമയത്തിന് വരും, കറക്റ്റ് സമയത്തിന് പോവുകയും ചെയ്യും. വേറെ നോക്കി പിടിക്കലും പരിപാടിയൊന്നുമില്ല. അയ്യോ, സൈറനടിച്ച് തെന്നി വീണത്. ഓക്കെ, എൻ്റെ അമ്മ ഇത് ഫസ്റ്റ് ക്ലാസ്സാ. എങ്ങനെയൊക്കെയോ ട്രെയിനിൽ കയറി കേട്ടോ. കറക്റ്റ് എത്തിയതും വിസിലടിച്ചതും ഒരുമിച്ച്. എവരിബഡി ഈസ് ഇൻ? Not yet? Yeah. But they will get into somewhere, right? At least in the other coach. I don't know, but for ഇത് 2 ട്രെയിൻ കണക്റ്റഡ് ആണ്. അതുകൊണ്ടാണ് ഞങ്ങൾ ട്രെയിനിൻ്റെ 1ാമത്തെ ബോഗിയിലാണ് കയറിയത്. ഞങ്ങളുടെ 16ാമത്തെ ബോഗിയിലാണ് ഞങ്ങളുടെ സീറ്റ്. പക്ഷെ ഒരു കാര്യമുണ്ട്, ആകെ 20 മിനിറ്റേ ഉള്ളൂ. അതുകൊണ്ട് കുഴപ്പമില്ല. നമ്മൾ പുറകിലെത്തുമ്പോഴത്തേക്കിനും 16ാമത്തെ അടുത്ത സ്റ്റേഷനെത്തും. ട്രെയിനിൽ കയറി ഒരു 10 മിനിറ്റ് മൊത്തം ടണലായിരുന്നു. ടണൽ കഴിഞ്ഞ് അങ്ങോട്ട് വന്നപ്പോഴത്തേക്കിനും ഇവിടെ ഏതോ ഒരു വലിയൊരു സിറ്റി കാണാൻ പറ്റുന്നുണ്ട്. ആ സിറ്റി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെയൊക്കെ ഔട്ട്സ്കേർട്സ് ഫുള്ള് ഗ്രാമപ്രദേശങ്ങൾ, അതായത് പിന്നെ കൃഷി സ്ഥലങ്ങളും അങ്ങനത്തെ പരിപാടികളൊക്കെയാണ്. ഈ ഇവിടുത്തെ ഫാസ്റ്റ് ട്രെയിനിൽ യാത്ര ചെയ്യുമ്പോഴത്തേക്കിനും നമുക്ക് കാര്യമായിട്ട് അങ്ങനെ വേറെ ഒന്നും കാണാൻ പറ്റത്തില്ല. ഫുൾ ടൈം തുരങ്കങ്ങളും അതുപോലുള്ള സംഭവങ്ങളൊക്കെ ആയിരിക്കും. നമ്മൾ 2 മണിക്കൂർ കൊണ്ട് ബൈ റോഡ് വരേണ്ട സാധനം നമ്മളിവിടെ 20 മിനിറ്റ് കൊണ്ട് നമ്മൾ ട്രെയിനിലെത്തി. അതാണ് ഇവിടുത്തെ ട്രെയിനിൻ്റെ പ്രത്യേകത. 20 മിനിറ്റ് യാത്ര, 70-80 കിലോമീറ്റർ ഉണ്ട്. പക്ഷേ ഹിൽ സ്റ്റേഷൻ ആയതുകൊണ്ട് 2 മണിക്കൂർ എടുക്കും. ആ 2 മണിക്കൂർ വരേണ്ടതാണ് നമ്മൾ 20 മിനിറ്റ് കൊണ്ട് ഈ വെള്ള ട്രെയിനിൽ, വെള്ളയും പച്ചയും ത്രിവർണ്ണ പതാകയാണല്ലോ ആ ട്രെയിനിൽ നമ്മളെത്തിയത്. നമ്മളിപ്പോൾ എത്തിയിരിക്കുന്നത് വീഷാൻ എന്ന് പറഞ്ഞൊരു സ്ഥലത്താണ്. വീഷാൻ നമ്മൾ എവിടെയൊക്കെ പോകുന്നു അവിടെ എല്ലാം തിരക്കാണല്ലോ. അങ്ങനെ നമ്മൾ പുറത്തിറങ്ങി വന്നു. ഇവിടെ ഒരു ഏൻഷ്യൻ്റ് ടൗൺ ഉണ്ട്. ആ ഏൻഷ്യൻ്റ് ടൗൺ കാണാൻ വേണ്ടി നമ്മൾ വന്നിരിക്കുന്നത്. അത് മാത്രമല്ല ഇവിടെ കുറച്ച് പരിപാടികളും ടോർച്ച് ഫെസ്റ്റിവലിൻ്റെ ഭാഗമായിട്ടുള്ള കുറച്ച് ഇവൻറ്റുകളും അങ്ങനത്തെ പരിപാടികളൊക്കെ ഉണ്ട്. ഈ നമ്മുടെ നാട്ടിൽ ഇപ്പോൾ കൊച്ചി, തിരുവിതാംകൂർ, മലബാർ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പല നാട്ടുരാജ്യങ്ങളില്ലേ. അപ്പോൾ അത്തരത്തിലുള്ള പല നാട്ടുരാജ്യങ്ങളുടെ ഭാഗമായിട്ടുള്ള വേറൊരു ഡിഫറൻ്റ് ഒരു കിങ്ഡമാണ് നമ്മളിപ്പോൾ എത്തിയിരിക്കുന്ന ഈ ഒരു സ്ഥലം. അപ്പോൾ ഇവിടെയും അത്തരത്തിൽ പല സംഭവങ്ങളുണ്ട്. ഇതെല്ലാം അങ്ങനെയാണല്ലോ, പണ്ടെല്ലാം അങ്ങനത്തെ പരിപാടിയായിരുന്നല്ലോ. സോ അത് എന്താണെന്നുള്ളത് നമുക്ക് പോയി നോക്കണം. പുറത്തിറങ്ങി ഇനിയിപ്പം ടാക്സിയൊക്കെ എടുത്ത് എങ്ങോട്ടാണെന്ന് വെച്ചാൽ അവർ കൊണ്ടുപോകും. ആദ്യം ചിലപ്പോൾ മ്യൂസിയത്തിലായിരിക്കും. ഇതുവരെ എടുത്ത വീഡിയോസൊക്കെ അവരിവരുടെ ടിക്ടോക്കിലും ബാക്കിയുള്ള സ്ഥലത്തും ഒക്കെ അവർ അടിപൊളിയായിട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ. എന്നെക്കാട്ടും അടിപൊളിയായിട്ടാണ് ഇവർ. നമ്മൾ വ്ളോഗല്ലേ, ഇവരങ്ങ് അടിപൊളിയായിട്ടാണ് സെറ്റപ്പ് ചെയ്യുന്നത് വീഡിയോ ഒക്കെ. ഓ വാവ്, അടിപൊളിയാണല്ലോ. ഇത് കണ്ടോ ഈ വണ്ടി? ഇങ്ങനത്തെ ഒരു വണ്ടിയിലാണ് നമ്മൾ പോകാൻ പോകുന്നത്. ഇത് നമ്മുടെ നാട്ടിലെ 3 വീലർ പോലെ ഓട്ടോ പോലെ ഇവിടുത്തെ 3 വീലർ ഓട്ടോ ഓടിക്കുന്നത് ഒരു ചേച്ചിയാണ്. അവരെ കണ്ടാൽ തന്നെ നമുക്ക് ഒരു ഡിഫറൻ്റ് ഒരു എത്നിസിറ്റി ഫീൽ ചെയ്യും. ഇവിടെ ചൈനയിൽ നമ്മളെപ്പോലെ തന്നെ ധാരാളം എത്നിസിറ്റിയിലുള്ള ആൾക്കാരുണ്ട്. പക്ഷേ ഇവരുടെ ഒരു കോമൺ ഭാഷ എന്ന് പറയുന്നത് മാൻഡറിനാണ്. കാനഡീസ് സംസാരിക്കുന്നവരുമുണ്ട് വേറെ പ്രൊവിൻസിൽ. പക്ഷേ മാൻഡറിനാണ് ഇവരുടെ ഒരു കോമൺ ഭാഷ എന്ന് പറയുന്നത്. നമ്മളെപ്പോലെ 100 കണക്കിന് ഭാഷകൾ ഇവർക്കുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉണ്ടാകുമായിരിക്കാം. പക്ഷേ ഇവരുടെ മെയിൻ 2 ഭാഷകൾ കാനഡീസും മാൻഡറിനുമാണ്. പക്ഷേ ഇവർ കോമൺ ആയിട്ട് എല്ലാവരും സംസാരിക്കുന്നത് മാൻഡറിനാണ്. ഒരു 95% ചൈനക്കാർക്കും മാൻഡറിൻ അറിയാവുന്നവരായിരിക്കും. ഇത് പോകില്ല എന്ന് തോന്നുന്നു. ഇവരിപ്പം അടുത്ത വണ്ടി തപ്പി പോയിട്ടുണ്ട്. ഇവിടെ ടാക്സി ഒന്നും ഇല്ലയാവോ? ഇങ്ങനത്തെ വണ്ടികളാണോ? ഷെയർ ടാക്സി പോലുള്ള പരിപാടികളൊക്കെയാണ്. നമ്മളിപ്പോൾ വന്നിരിക്കുന്ന സ്ഥലത്ത് ഒരു ചെറിയ തണുപ്പുണ്ട്. ചെറിയ തണുപ്പ്, കുഞ്ഞു തണുപ്പ്. വലിയ തണുപ്പല്ല, കുഞ്ഞു തണുപ്പ്. അയ്യോ, വേഗം കയറിയില്ലെങ്കിൽ സെറ്റിട്ടുണ്ട്. ഞങ്ങൾക്ക് എല്ലാവർക്കും വണ്ടി കിട്ടിയില്ല. ഞങ്ങൾക്ക് 2 പേർക്ക് വണ്ടി കിട്ടി. ബാക്കിയുള്ളവർ പുറകെ കയറി വരും. ഇവിടെ എന്തുകൊണ്ടാണ് ഇത്തരത്തിലുള്ള വണ്ടി ഓടുന്നതെന്ന് എനിക്കറിയത്തില്ല. മേ ബി ഈ ഒരു ഏൻഷ്യൻ ടൗണിലേക്ക് പോകാനായിട്ട് ഇതുപോലുള്ള വണ്ടികൾ മാത്രമേ പെർമിറ്റഡ് ഉണ്ടാവാൻ സാധ്യതയുള്ളൂ. അതുകൊണ്ടാണ് ഇത്തരത്തിലുള്ള വണ്ടിയിൽ നമ്മൾ പോകുന്നത്. അപ്പോൾ ഈ പാതകളൊക്കെ കണ്ടോ, റോഡൊക്കെ കണ്ടില്ലേ?
നമ്മുടെ നാട്ടിലൊക്കെ കട്ടയിട്ട് വൃത്തികേടാക്കില്ലേ, നമ്മുടെ പല റോഡുകളും മറ്റേ ഇൻ്റർലോക്ക് പോലത്തെ സാധനം കട്ടയിട്ട് വൃത്തികേടാക്കും. അങ്ങനെ ഇടുന്നവർ കണ്ടുപിടിക്കണം ഇത് എത്ര സ്ട്രോങ് ആയിട്ടാണ് ഇട്ടിരിക്കുന്നത് എന്നുള്ളത്. ബസ്സൊക്കെ നോക്കി എന്ത് രസം നോക്കി, ക്യൂട്ട് ബസ്, കുഞ്ഞി മിനി ബസ്, ഇലക്ട്രിക്കാണ്. നമ്മളിപ്പോൾ അങ്ങനെ ആ ഒരു ഏൻഷ്യൻ ടൗൺ ഏരിയയിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇത് ഗംഭീര സ്ഥലം കേട്ടോ. ഇവിടുത്തെ ഈ വീടുകളും കെട്ടിടങ്ങളൊക്കെ നോക്കിയാൽ എല്ലാം തടി വുഡൻ സാധനം, പഴയ ആ ഒരു സ്റ്റൈലിൽ അതേപോലെ തന്നെ മെയിൻറ്റെയിൻ ചെയ്ത് കുട്ടപ്പനാക്കി വെച്ചിരിക്കുന്ന ഒരു സെറ്റപ്പ് സ്ഥലം. ഞങ്ങൾ ഇത്രയും ദിവസം ഉണ്ടായിരുന്നത് ഡാലി എന്ന് പറഞ്ഞ ആ ഒരു കിങ്ഡത്തിൻ്റെ ആ ഒരു സ്ഥലത്തായിരുന്നു. നമ്മളിപ്പോൾ എത്തിയിരിക്കുന്നത് നാൻജോ എന്ന് പറഞ്ഞ ഒരു കിങ്ഡത്തിലാണ്. ഡാലി കിങ്ഡത്തിലും അവർക്കൊരു ഏൻഷ്യൻ ടൗൺ ഉണ്ട്. അവിടെ നമ്മൾ ഇതിനു മുമ്പ് പോയിട്ടുണ്ട്. ഞാൻ കഴിഞ്ഞ തവണ ചൈന വന്ന സമയത്ത് നമ്മളവിടെ പോയിട്ടുണ്ട്. അത് കാണണമെന്നുണ്ടെങ്കിൽ അത് ആ വീഡിയോ യൂട്യൂബിലുണ്ട്, നോക്കിയാൽ മതി. നമ്മളിപ്പോൾ എത്തിയിരിക്കുന്നത് നാൻജോ എന്ന് പറഞ്ഞ ആ ഒരു കിങ്ഡത്തിലാണ്, അതായത് തിരുവിതാംകൂർ, മലബാർ, കൊച്ചി എന്നൊക്കെ പറയുന്ന പോലെ. അപ്പോൾ ഇവിടെ ഒരു വളരെ മനോഹരമായിട്ടുള്ളൊരു മ്യൂസിയം ഉണ്ട്. അവർക്ക് എന്നെ അതിനകത്ത് കൊണ്ടുപോയി കുറച്ച് വീഡിയോസൊക്കെ എടുക്കണം. അതിനുവേണ്ടിയാണ് ഇപ്പോൾ ഇവിടേക്ക് വന്നിരിക്കുന്നത്. ആ മ്യൂസിയത്തിന് കുറച്ച് പ്രത്യേകതകളുണ്ട്. ഞാൻ വളരെ ബ്രീഫായിട്ട് അകത്ത് കയറിയിട്ട് അത് പറയുകയും ചെയ്യാം. മ്യൂസിയത്തിനകത്തേക്ക് കയറി വരുമ്പോഴത്തേക്കിനും എന്താ ഭംഗി എന്നറിയാം. വളരെ മനോഹരമായിട്ടുള്ള ആ ഒരു പഗോഡ നമുക്ക് കാണാൻ സാധിക്കും. ശരിക്കും മേ ബി വാസ് ദിസ് എ ടെമ്പിൾ? Looks like temple structure, but I don't know it's a temple. ഓക്കെ, നമ്മുടെ പഴയ ഒരു ബുദ്ധ ക്ഷേത്രത്തിൻ്റെ ഒരു മാതൃകയൊക്കെ ഉണ്ട്. അതായത് ഹാൻ ആർക്കിടെക്ചറാണ് അല്ലേ, ഇത് ഹാൻ ആർക്കിടെക്ചർ റൈറ്റ്. ആ ഒരു ഹാൻ ആർക്കിടെക്ചറിലുള്ള ഒരു വളരെ മനോഹരമായിട്ടുള്ള ഒരു പഗോഡയാണ്. അതിന് മുൻപിലാണെങ്കിലും എല്ലാം നല്ല കുട്ടപ്പനായിട്ട് വെച്ചിരിക്കുന്നു, നല്ല നീറ്റ് ആൻഡ് ക്ലീൻ സാധനങ്ങൾ. അവർ വീഡിയോ എടുപ്പ് തുടങ്ങി. ഇത് കണ്ടോ, പുതിയ പരിപാടിയാണ്. മഴ പെയ്യുന്ന സമയത്ത് ഇത്തരത്തിലുള്ള കുട നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ദിസ് ഈസ് റിയലി ഇന്നോവേറ്റീവ് ഐഡിയ. ലൈക്ക് വി ഓൾവേസ് ഫൈൻഡ് പ്രോബ്ലംസ് വെൻ ഷൂട്ടിംഗ് ഇൻ ദ റെയിൻ. സോ ഇത് നല്ല പരിപാടിയാട്ടോ. നാട്ടിൽ കിട്ടുമെന്ന് എനിക്കറിയത്തില്ല, ചൈനയിലുണ്ട്. ഏകദേശം 17,000 സ്ക്വയർ മീറ്റർ വരുന്ന ഏരിയയിലാണ് ഈ ഒരു നാൻജോ മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത്. ഈ നാൻജോ കിങ്ഡം എന്ന് പറയുന്നത് പണ്ട് കാലം ഒക്കെ ശരിക്കും സെൻട്രൽ ചൈനയിൽ നിന്നും വളരെ വ്യത്യസ്തമായിട്ട് മാറി നിൽക്കുന്ന, ഇൻഡിപെൻഡൻ്റ് ആയിട്ട് നിൽക്കുന്നൊരു കിങ്ഡമായിരുന്നു. പിന്നീട് അവസാന കാലഘട്ടത്തിലാണ് ഇവർ സെൻട്രൽ ചൈനയുമായിട്ട് ചേർന്നത്. ഇവിടെ ഒരു പഴയ ഒരു കൺസ്ട്രക്ഷൻ കാണാമേ. ആ തടിപ്പണിയൊക്കെ നോക്കിയേ. നമ്മൾ മറ്റേ പത്മനാഭപുരം പാലസിലൊക്കെ പോകുന്നതിൻ്റെ മറ്റൊരു വേർഷൻ. ഏകദേശം 600 വർഷത്തോളം പഴക്കമുണ്ട് ഇതിനെന്നാണ് പറയുന്നത്. ഇതെന്താ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ടോ? നിങ്ങൾക്ക് ഗസ് ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്താണെന്നുള്ളത്? ഇതൊരു കിണറാണ്, നോക്കിക്കോണേ. ഇതിനകത്ത് ഇങ്ങനെ നോക്കുമ്പോഴത്തേക്കിനും വെള്ളം കാണാം മടിയിൽ. അടിപൊളി. ആ കിണർ ഇങ്ങനെയൊക്കെ വെക്കാൻ പറ്റും. അതിനകത്ത് നെറ്റൊക്കെ വെച്ചിട്ടുണ്ടോ നോക്കി. പക്ഷേ എൻ്റെ അമ്മേ, അതിങ്ങനത്തെ ഒരു കിണർ ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. നമ്മളിപ്പോൾ നിൽക്കുന്ന ഈ സിച്വാൻ അല്ലെങ്കിൽ യുനാൻ എന്നൊക്കെ പറയുന്ന ഈ ഒരു ഭാഗത്ത് പണ്ട് കാലത്ത് ബുദ്ധിസം സ്പ്രെഡായിട്ടുണ്ട് എന്നാണെന്ന് അറിവില്ല പലർക്കും. അത് ഏത് കാലഘട്ടത്തിലാണെന്ന് അറിവില്ല. അത് ശരിക്കും നമുക്കറിയാമല്ലോ, മ്യാൻമർ, ടിബറ്റ് ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലേക്കൊക്കെ ബുദ്ധിസം സ്പ്രെഡായിട്ടുണ്ടായിരുന്നു. ടിബറ്റ് എന്ന് പറയുന്നത് നമുക്കറിയാം ബുദ്ധിസത്തിൻ്റെ മെയിൻ കേന്ദ്രമായിരുന്നു. ഇതൊക്കെ ശരിക്കും സിൽക്ക് റൂട്ട് വഴി ആണ് അങ്ങനെ പല സ്ഥലങ്ങളിലേക്കും ഇങ്ങനെ ഈ ഒരു ബുദ്ധിസവും പിന്നെ ഏത് മതമാണെങ്കിലും അതൊക്കെ ഇങ്ങനെ ആളുകൾ സഞ്ചരിക്കുന്ന വഴി സ്പ്രെഡാവുന്നതാണ്. അപ്പോൾ അങ്ങനെ അത്തരത്തിൽ ഈ ഭാഗത്തും ബുദ്ധിസം സ്പ്രെഡായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ഗന്ധാര ആർട്ട് എന്ന് പറഞ്ഞൊരു ടൈപ്പ് ഓഫ് ആർട്ടുണ്ട്. അത് ശരിക്കും ഈ ബുദ്ധിസ്റ്റ് സംഭവങ്ങൾ ചിത്രരൂപേണയൊക്കെ പ്രദർശിപ്പിക്കുന്ന തരത്തിലുള്ള ഒരു ആർട്ട് വർക്കാണ്. അപ്പോൾ ആ ആർട്ട് വർക്ക് ഏറ്റവും കൂടുതൽ നമുക്ക് കാണപ്പെടുന്നത് ഷിൻജിയാങ് മേഖലയിലാണ്. പക്ഷേ ഇവിടെയും അത്തരത്തിലുള്ള ആ ഒരു ഇൻഫ്ലുവൻസ് പണ്ട് കാലത്ത് ഉണ്ടായിരുന്നതുകൊണ്ട് അതിൻ്റേതായിട്ടുള്ള റിലേറ്റഡ് ആയിട്ടുള്ള കുറേ സംഭവങ്ങൾ നമുക്ക് ഈ ഒരു മ്യൂസിയത്തിൽ കാണാൻ സാധിക്കും. മ്യൂസിയത്തിൽ നിന്ന് ഇറങ്ങി നമ്മളിനി ഈ ഒരു ഓൾഡ് ടൗണിൽ കൂടെ നടക്കുകയാണ്. ഈ ഓൾഡ് ടൗണിൽ നമുക്ക് വളരെ വ്യത്യസ്തമായിട്ടുള്ള ധാരാളം കാഴ്ചകൾ നമുക്ക് കിട്ടും. ഇവരിവിടെ ഇരുന്ന് എന്തോ ഒരു ചായ പോലത്തെ ഒരു സാധനം ഉണ്ടാക്കാണ്ടില്ലേ, ചായപ്പൊടി. ഇതെല്ലാം ചായയാണ്. ഇവർക്ക് വളരെ വ്യത്യസ്തമായിട്ടുള്ള വെറൈറ്റി ചായകൾ ഇവർക്ക് ഉണ്ടെന്നുള്ളതാണ്. ഓ ശരി, താങ്ക് യു. എനിക്ക് ചായ തന്നു. ഇതെന്താണ്? ഇതിനകത്ത് എന്താ ടൊബാക്കോ അല്ലോടെ വിട്ടിരിക്കുന്നത്? അതുപോലത്തെ ഒക്കെ ഫ്ലേവർ. ലക്ഷക്കണക്കിന് വിലയുള്ള തേയിലയൊക്കെ ഇവരുടെ കയ്യിലുണ്ട്. ഉണ്ടോ? ഇതാണ്. ഐ കുഡ് ഫീൽ ദാറ്റ്. ആ ഫ്രാഗ്രൻസും ആ ഫ്ലേവറും എല്ലാം കറക്റ്റാണ്. നല്ല ഹോം മെയ്ഡ് നൂഡിൽ ഉണ്ടാക്കി വെച്ചിരിക്കുന്നു. ആളുകളൊക്കെ ഭയങ്കര ഫ്രണ്ട്ലിയാണ്. അങ്ങനെ പറ്റീരോ വെട്ടീരോ അങ്ങനത്തെ പരിപാടികളൊന്നും ഞാനിതുവരെ എവിടെ ചൈനയിൽ വന്നിട്ട് കണ്ടിട്ടില്ല. ഉണ്ടാവുമായിരിക്കും വളരെ അപൂർവമായിട്ട്, പക്ഷെ അങ്ങനെ സംഭവമൊന്നും കണ്ടിട്ടില്ല. എല്ലായിടത്തും നീറ്റാണ്, ക്ലീനാണ്. ഒന്ന് ആലോചിക്കണം, നമ്മളുടെ അത്രയും തന്നെ ജനസംഖ്യ ഉള്ളൊരു രാജ്യം കൂടിയാണ്. ഇവർക്ക് ഇങ്ങനെയൊക്കെ ചെയ്യാമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്തുകൊണ്ട് ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ളതാണ് ഞാനെപ്പോഴും ആലോചിക്കുന്നൊരു കാര്യം. ഇപ്പോൾ ഈ തന്നെ ഈ നിരത്തുകളൊക്കെ നോക്ക്,
എത്ര വൃത്തിയായിട്ടാണ് സൂക്ഷിച്ചിരിക്കുന്നത്. മഴ പെയ്ത് കുറച്ച് വെള്ളം കിടക്കുന്നു എന്നുള്ളതേ ഉള്ളൂ. ഈ ഓൾഡ് ടൗണിലെ കെട്ടിടങ്ങളൊക്കെ ശരിക്കും റിയലി ഓൾഡ് തന്നെയാണ് കേട്ടോ. അതിങ്ങനെ പ്രിസർവ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഈ കാണുന്ന ഒരു റെസ്റ്റോറൻ്റാണ്. ഇവിടെയാണ് നമ്മൾ ഇന്ന് ഭക്ഷണം കഴിക്കാൻ കയറുന്നത്. നമ്മളുടെ ലഞ്ചല്ല ബ്രഞ്ച് 12 മണിയായി. സോ കിടിലൻ ഒരു അടിപൊളി സ്ഥലം. എന്ത് രസമാണെന്ന് നോക്കിയേ. ഇതൊക്കെ ഇന്നത്തെ കാലത്ത് ഇങ്ങനെയൊക്കെ ചെയ്തെടുക്കുന്നത് തന്നെ എന്ത് പാടായിരിക്കും. അത് ആ ഒരു പഴമ നിലനിർത്തിക്കൊണ്ട് തന്നെ അതവിടെ വെച്ചിരിക്കുകയാണ്. ഓരോരോ ബോർഡുകളാണെങ്കിലും ആ ഒരു എന്തൊക്കെയാണ് ഞാൻ പറയുക, ഇതുപോലത്തെ തടിയൊക്കെ നമ്മൾ നമ്മുടെ നാട്ടിൽ നമ്മൾ പണ്ട് കണ്ടിട്ടുണ്ട്. വെള്ളം കയറാതിരിക്കാൻ വേണ്ടി വെക്കുന്നതാണ്. ബേസിക്കലി വെള്ളം ജന്തുക്കളൊക്കെ കയറാതിരിക്കാൻ വേണ്ടിയാണെന്ന് തോന്നുന്നത്. അകത്ത് കയറി വരുമ്പോഴത്തേക്കിനും ഇവിടെ ചെറിയൊരു ഫൗണ്ടൻ, പിന്നെ നമ്മളെ പഴയ തറവാട്ടിലൊക്കെ കയറി പോകുന്ന പോലത്തെ ഒരു ഫീല്. പക്ഷേ എൻ്റെ അമ്മേ തിരക്കാണല്ലോ. നമ്മൾ ആ റെസ്റ്റോറൻറ്റിനകത്തേക്ക് കയറി വന്നപ്പോഴത്തേക്കിനും ഇത് ഒരു നമ്മളെ പഴയ 4 കെട്ട് വീടുകളില്ലേ, അല്ലെങ്കിൽ അകത്തളമൊക്കെ ഉള്ള ടൈപ്പ് വീടുകളില്ലേ, അങ്ങനത്തെ ഒരു വീടാണെന്ന് തോന്നുന്നത്. ഇതിനകത്ത് ഇങ്ങനെയാണ് സെറ്റപ്പ്. ഇതാണ് ഇവരുടെ സെൻട്രൽ കിച്ചൺ ഏരിയ എന്ന് പറയുന്നത്. ആളുകളൊക്കെ അവിടെ പല സ്ഥലങ്ങളിലിരുന്ന് ഭക്ഷണം കഴിക്കുന്നുണ്ട്. ഇത് കണ്ടോ, പണ്ടത്തെ മറ്റേ അരപ്പ് ചെയ്തുകൊണ്ടിരുന്ന സാധനം അത് അവരൊരു ഫൗണ്ടനാക്കി മാറ്റിയിരിക്കുന്നു. അവിടെ ഫുഡ് കഴിക്കാനായിട്ട് വെയിറ്റിംഗ് ആണ്. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഒന്ന് നടന്നിട്ട് പോകാമെന്ന് വിചാരിച്ചു. നമ്മുടെ നാട്ടിലെ ശർക്കരയില്ലേ, ആ ശർക്കരയാണ് ഈ കാണുന്ന സാധനം. ഇവിടെ ഇങ്ങനെയാണ് ശർക്കര ഉണ്ടാക്കി വെക്കുന്നത്. കണ്ടോ, ഇതേപോലെ ക്യൂബ്സ് ആയിട്ട് കിട്ടും. ഇവിടെ ഒരു സ്ഥലത്തെ ഈ ഡ്രൈഡ് ബീഫ് ഇങ്ങനെ പൊട്ടിച്ചോണ്ടിരിക്കുകയാണ്. ഈ ഡ്രൈഡ് ബീഫ് അതിങ്ങനെ അവർ ഗ്രില്ല് ചെയ്ത് സെറ്റാക്കി തരും. കണ്ടേ നോക്കി. ഞങ്ങൾ ആ ട്രഡീഷണൽ റെസ്റ്റോറൻറ്റിൽ ഫുഡ് കഴിക്കാൻ വേണ്ടി വന്നിരുന്നു. സോ കുറേ സാധനങ്ങൾ ഇങ്ങനെ ഓർഡർ ചെയ്യും ഇവർ. ചോറും ബീഫും അങ്ങനെ ഇത് ഓരോന്നോരോന്നായിട്ടേ വരുള്ളൂ. ഇപ്പോൾ ഒരെണ്ണം വന്നു, ഇനി അടുത്തത് വരും. അങ്ങനെ ഇത് കണ്ടില്ല, ഇത് ബീഫിൻ്റെ ഒരു സാധനമാണ് കേട്ടോ. ഇങ്ങനെയൊക്കെയാണ് ഇവിടെ ബീഫ് വരുന്നത്. ഇത് എന്നിട്ട് കുറേ സാധനം ഓർഡർ ചെയ്തിട്ട് എല്ലാവരും കൂടെ അതെടുത്ത് കഴിക്കും. ഇതാണ് നമുക്ക് പ്ലേറ്റ് ഒന്നുമില്ല, ഇങ്ങനെയാണ് നമ്മൾ കഴിക്കേണ്ടത്. ഇത് വെച്ചിട്ട് കോരി എടുത്തിട്ട് നമ്മൾ കഴിക്കുക. അങ്ങനെയാണ് ഇവിടെ എല്ലാവരും ഭക്ഷണം കഴിക്കുക. ചായ ഉണ്ടാകും കൂടെ. 1 by 1 ആയിട്ട് ഓരോ സാധനങ്ങൾ വരും. ഇത് കിഴങ്ങാണ്. ഇവിടുത്തെ ഒരു ഫേമസ് ഐറ്റമാണ് യുനാനിലെ കിഴങ്ങ്. നമ്മൾ മെഴുക്കുവരട്ടി പോലില്ലേ, ഇത് ബീഫ്, പിന്നെ ഇത് മഷ്റൂം, പിന്നെ ഇത് നമ്മുടെ മത്തങ്ങയുടെ ഇല പോലത്തെ ഒരു സാധനം. ഇത് ഫിഷാണ് കേട്ടോ. ഇങ്ങനെയാണ് ഫിഷ് കറിയായിട്ട് വരുന്നത്. ലെമൺ ഗ്രാസ് ഒക്കെ ഇട്ട സാധനമായിരിക്കും. നല്ല ടേസ്റ്റല്ല. എനിക്ക് ഇവരുടെ ഫുഡെന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ്. ചൈനീസ് ഫുഡ് എനിക്ക് പൊതുവേ ഭയങ്കര ഇഷ്ടമാണ്. ഇവിടെ വന്നു കഴിഞ്ഞാൽ ഞാൻ പണ്ടൊക്കെ വരുമ്പോൾ ഒന്നും കഴിക്കില്ലായിരുന്നു. ഇപ്പം ഞാൻ എല്ലാം കഴിക്കും. ചില മീറ്റ് മാത്രം കഴിക്കില്ല, ബാക്കിയെല്ലാം ഞാൻ കഴിക്കും. ഇത് ടേസ്റ്റ് എന്ന് പറയുമോ. ഫുഡെല്ലാം കഴിച്ച് കഴിഞ്ഞാൽ നമ്മളിനിയിപ്പം ഈ ഒരു ഓൾഡ് ടൗണിലൂടെ ഇങ്ങനെ നടക്കുകയാണ്. ഇതിലൂടെ പോകുമ്പോഴത്തേക്കിന് നമ്മൾ നേരത്തെ വണ്ടിയിൽ വന്ന വഴിയാണ് നമ്മൾ തിരിച്ചു പോകുന്നത്. ഇതിലൂടെ പോകുമ്പോൾ നമുക്ക് ആ ഒരു പഴയ ആ ഒരു കെട്ടിടങ്ങൾ ആ ഒരു രീതിയിൽ തന്നെ വെച്ചിരിക്കുന്നത് കാണാം. പലതും കടകളാണ്. അത് സുവനീർ ഷോപ്പുകളും അങ്ങനെയുള്ള പല ടൈപ്പ് കടകൾ നമുക്ക് കാണാൻ സാധിക്കും. അതാണ് ഈ ഒരു സ്ഥലത്തിൻ്റെ പ്രത്യേകത. ഫുൾ ടൂറിസ്റ്റുകളെ കാത്തിരിക്കുന്ന കടകളും മറ്റ് സംഭവങ്ങളൊക്കെയാണ്. തുണിക്കടകളുണ്ട്, പിന്നെ ഇവിടുത്തെ തനതായ സാധനങ്ങൾ വിൽക്കുന്ന കടകളുണ്ടാവും. അങ്ങനെ ഒത്തിരി കടകളുണ്ടാവും. ആ ഒരു പഴമ അവർ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി ആ പഴയ കെട്ടിടങ്ങളുടെ മുമ്പിലുള്ള നമ്മുടെ നാട്ടിലെ പണ്ടത്തെ കടമുറികൾക്കൊക്കെ ഇത്തരത്തിലുള്ള പലകകളായിരുന്നു. എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. എൻ്റെ അച്ഛന് ഗ്ലാസ് കട ഉണ്ടായിരുന്ന സമയത്ത് ആ കടയുടെ മുമ്പിൽ ഷട്ടറൊക്കെ വരുന്നതിന് മുമ്പ് ഇത്തരത്തിലുള്ള പലകകളായിരുന്നു. അപ്പോൾ ഈ പലകകൾ തന്നെ അത് ഭയങ്കര ആർട്ട് വർക്കൊക്കെ ചെയ്ത് അത്തരത്തിലുള്ള ആ ഒരു സെറ്റപ്പിലേക്ക് മാറിയിരിക്കുകയാണ്. കണ്ടില്ലേ, ആ ഒരു സംഭവമാണ് നമുക്ക് കാണുന്നത്. ഇത് റിനോവേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും പുതിയത്. ഇവിടുത്തെ ഒരു കീ ഉണ്ടാക്കുന്ന ഒരാളാണ്. കണ്ടില്ലേ, കീ, ബെൽറ്റ്, ഡ്യൂപ്ലിക്കേഷൻ അങ്ങനത്തെ പരിപാടികളൊക്കെ ചെയ്യുന്ന ആളാണ് പുള്ളി. അവിടെ കീ മേക്കിംഗ് മെഷീനിൽ കീ ഉണ്ടാക്കുന്നു, പിന്നെ ബെൽറ്റുകളൊക്കെ ഉണ്ടാക്കി കൊടുക്കുന്നു. അങ്ങനത്തെ പരിപാടികളൊക്കെ ചെയ്യുന്ന ആളാണ്. നമുക്കിവിടെ വരുന്ന വഴിക്ക് ഇവിടെ ഒരു വലിയൊരു ഗേറ്റ് എന്നാണ് ഇവരിതിനെ പറയുന്നത്, അല്ലെങ്കിൽ ഒരു ടവർ എന്നൊക്കെ പറയാം. ഇതിൻ്റെ ചുറ്റിനുമാണ് സാധാരണ ഏൻഷ്യൻ ടൗണുകൾ, പണ്ട് കാലത്തെ ടൗണുകളൊക്കെ സ്ഥിതി ചെയ്തിരുന്നത്. അപ്പോൾ അത്തരത്തിലുള്ള ഒരു വലിയ നമ്മൾ ശരിക്കും ഒരു അമ്പലമോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ഒരു സംഭവമൊക്കെ ആയിട്ട് തോന്നും. പക്ഷേ എന്താണെന്നുള്ളത് നമുക്ക് അകത്ത് കയറി നോക്കാം. അതിന് ചുറ്റിനും നമുക്ക് ഇത്തരത്തിലുള്ള ധാരാളം കടമുറികൾ, എവിടെ നോക്കിയാലും കടമുറികളാണ്. നമ്മളിപ്പോൾ പോകുന്നത് ഇവിടുത്തെ ട്രഡീഷണൽ വസ്ത്രധാരണം ട്രൈ ചെയ്ത് നോക്കുന്നതിന് വേണ്ടിയാണ്. ഇവിടുത്തെ ആളുകളുടെ ട്രഡീഷണൽ വസ്ത്രം എന്നെ കൊണ്ട് ധരിപ്പിച്ച് ഇവർക്ക് അത് വീഡിയോ എടുക്കണം ഗൈസ്. അതിന് വേണ്ടിയാണ് പരിപാടി. ഇത് ശരിക്കും ഒരു ടവർ പോലത്തെ ഒരു സാധനം കേട്ടോ. ഇതിൻ്റെ അടിയിൽ കൂടെ അങ്ങോട്ട് കടക്കാനുള്ള ഒരു വഴിയാണ്, ഒരു ടണൽ പോലെ. അതിൻ്റെ മേളിൽ ഒരു പഗോഡയുണ്ട്. ചിലപ്പോൾ അവിടെ എന്തെങ്കിലും വല്ല ഓഫീസോ അല്ലെങ്കിൽ ഗാർഡുകൾക്കുള്ള സ്ഥലമോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിരിക്കും.
ഇതിന് ചുറ്റിനും അവിടെ ഇവിടെ എല്ലാം വളരെ മനോഹരമായിട്ടുള്ള സ്ട്രീറ്റുകൾ. ഇവിടെ നമ്മളൊരു കരകൗശല സാധനങ്ങൾ വിൽക്കുന്നൊരു കടയാണ്. ഇത് നിലത്തിരിക്കുന്നതിന് വേണ്ടിയുള്ള സാധനമാണ് ഇത്. ദിസ് ഈസ് മെയ്ഡ് ഓഫ് നൂലാണ്. കോട്ടൺ, ഇസ് ഇറ്റ് കോട്ടൺ? യാ, ഐ തിങ്ക് ഇറ്റ്സ് കോട്ടൺ. അതിൽ എംബ്രോയ്ഡറി പോലെയുള്ള വർക്ക് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇത് തന്നെ പല ടൈപ്പിൽ, പല വലിപ്പത്തിൽ, പല കളറിൽ ഉള്ള സാധനം കിട്ടും. ഉണ്ടോ? എന്ത് രസമല്ല, എന്ത് ഭംഗിയല്ല കാണാനായിട്ട്. ദിസ് ഇസ് റിയലി നൈസ്. ഐ ലൈക്ക് ഇറ്റ്. ആൻഡ് ഇറ്റ്സ് ലൈറ്റ് വെയ്റ്റ് ടു. ഇറ്റ്സ് വെരി ലൈറ്റ് വെയ്റ്റ്. യാ, ചൈന ഭയങ്കര ഡൈവേഴ്സാണ്. നമ്മുടെ നാട് പോലെ തന്നെയാണ്. ഒരു സ്ഥലത്തുനിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് പോകുമ്പോഴത്തേക്കിനും എന്തൊക്കെ കാഴ്ചകളും എന്തൊക്കെ അനുഭവങ്ങളാണ് നമുക്ക് കിട്ടുന്നത്. ഇത് കണ്ടോ, ഇത് ഒരു വാഷ് ബേസിനാണ്, പബ്ലിക് വാഷ് ബേസിൻ. ഇവിടെ ഒരു പണ്ട് കാലത്തൊക്കെ നമ്മൾ ആൾക്കാർ സെല്ല് ചെയ്യുന്ന പോലെ തന്നെ എന്തോ ഒരു സാധനം ഉണ്ടാക്കി കൊടുക്കാൻ നിൽക്കുന്ന ഒരാൾ, വാങ്ങിക്കാൻ വന്ന് നിൽക്കുന്ന ഒരു കുഞ്ഞ്, അങ്ങനത്തെ ഒരു സംഭവം. ഇവിടെ നമുക്ക് രണ്ടുപേരിരുന്ന് തേയിലപ്പൊടി റോസ്റ്റ് ചെയ്യുന്നത് കണ്ടിട്ടുണ്ടോ? നമ്മൾ കാപ്പിക്കുരു റോസ്റ്റ് ചെയ്യുന്ന പോലെ തന്നെ തേയിലപ്പൊടി റോസ്റ്റ് ചെയ്യുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? അങ്ങനെ റോസ്റ്റ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കിനും അതിന് വേറെ തന്നെ ഒരു സ്മെല്ലാണ് കിട്ടുക. അതാണ് ഇപ്പോൾ അവർ അവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. എനിക്ക് അതിൻ്റെ ഒരു സ്മെല്ല്, ഐ ക്യാൻ ഫീൽ ദ സ്മെല്ല്. എനിക്ക് ആ സ്മെല്ല് ഫീൽ ചെയ്യാൻ പറ്റുന്നുണ്ട്. അവർ ആ ചെയ്യുന്നതിൻ്റെ ആ ഒരു സ്മെല്ല്. ഇങ്ങനെയൊക്കെ നമ്മളൊക്കെ ചെയ്ത് നോക്കിയിട്ടുണ്ടോ? ഇല്ലല്ലോ. നിങ്ങൾക്ക് തേയിലപ്പൊടി കിട്ടുകയാണെങ്കിൽ ചെയ്ത് നോക്കിയിട്ട്. തേയിലപ്പൊടി എന്ന് പറഞ്ഞാൽ തേയിലയാണ്, പൊടിയാക്കിയിട്ടില്ല. ഇത് നമ്മുടെ ആ ഒരു തേയില ഉണക്കിയെടുത്ത സാധനമാണ്. ഇവരിങ്ങനെയാണ് യൂസ് ചെയ്യുന്നത്. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ നാട്ടിൽ നമ്മൾ മാത്രമാണ് ഈ പൊടി എടുത്തിട്ട് യൂസ് ചെയ്യുക. ബാക്കിയുള്ളവരെല്ലാം ഇത്തരത്തിൽ ഈ ഒരു രീതിയിലാണ് അവർ ചെയ്യുന്നത്. കണ്ടോ നോക്കി, ആ ഇല എടുത്ത് വെച്ചിട്ട് അവരിങ്ങനെ റോസ്റ്റ് ചെയ്ത് റെഡിയാക്കി ഇവിടെ ഇങ്ങനെ പാക്ക് ചെയ്ത് വിൽക്കുകയാണ്. ഓരോ സംഭവങ്ങൾ ചെയ്യുമ്പോഴും ഇതിൻ്റെ തേയിലയുടെ ടേസ്റ്റ് ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കും. ടേസ്റ്റും മണവും എല്ലാം. അതാണ് തേയിലയുടെ ഒരു പ്രത്യേകത.对吗？刚刚那个对吗？烧面。哦，因为我们是习惯了。这个不是也是你们的？Nice. I should try this when I go to India. തേയിലയൊക്കെ ഏതൊക്കെ രീതിയിലല്ലേ ഉപയോഗിക്കുന്നത്? നമ്മൾ ശരിക്കും ഏറ്റവും കൂടുതൽ ഭംഗിയായിട്ട് തേയില ഉപയോഗിക്കുന്നത് ചൈനക്കാരാണെന്ന് പറയാം. ഏറ്റവും എക്സ്പെൻസീവ് ആയിട്ടുള്ള തേയിലകളുള്ളതും ഇവിടെയാണ്. അതാണ് ചൈനയുടെ ഒരു മറ്റൊരു വെറൈറ്റി. ഇവരെപ്പോഴും ഇങ്ങനെ ചായ കുടിച്ചുകൊണ്ടിരിക്കും. എന്നിട്ട് ഈ തേയിലയില്ലേ, ആ തേയിലക്കകത്ത്, അതായത് ചായ തിളപ്പിക്കുമ്പോൾ അതിനകത്ത് ഇതുപോലെയുള്ള ഓരോ സാധനങ്ങൾ, പൂക്കളൊക്കെ ഉണക്കിയിടും. അപ്പോൾ അതാണ് അതിൻ്റെതായിട്ടുള്ള ഫ്ലേവറും വരും. ഇവിടെ ഒരു പുള്ളിക്കാരി കണ്ട് സാധനം നിൽക്കുന്ന ഞാൻ വന്ന് നോക്കിയപ്പോഴത്തേക്കിന് നമ്മൾ പുട്ടുണ്ടാക്കുന്ന പോലെ ഒരു സ്റ്റീം കേക്ക് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക. കണ്ടോ നോക്കി, അതാണ് സാധനം. പുട്ടുണ്ടാക്കുന്ന പോലത്തെ ഒരു സാധനം. അതാണ് ഇവരുണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. സ്റ്റീം കേക്ക് പോലത്തെ ഒരു സാധനം. അത് ഡിഫറെൻറ്റ് എന്തൊക്കെയോ ഫ്ലേവറിൽ വരുന്ന സാധനമാണെന്ന് തോന്നുന്നു. ഇനിയിപ്പോൾ ഇവിടെ ഫുള്ള് ചായക്കടകളാണ് കണ്ടില്ലേ. താഴെയും ഇതിൻ്റെ മേളിലൊക്കെ ഇടാണ്ട് ചെറിയ ചെറിയ സ്പേസുകൾ. ഇതൊക്കെ ഇങ്ങനെ ചായക്കടകളാണ്. ആൾക്കാരൊക്കെ ഇവിടെ ഇങ്ങനെ ചായ പിടിച്ചിരിക്കുകയാണ്. അതാണ് എൻ്റെ പരിപാടി. ഇത് പണ്ട് കാലത്ത് ഒരു അപ്പൂപ്പൻ ഇവിടെ ഉണ്ട്. അപ്പൂപ്പൻ എന്തോ കളിച്ചുകൊണ്ടിരിക്കുന്ന പരിപാടി. ആൾക്കാർ ഇത് ചായ പിടിക്കുന്നുണ്ടല്ലേ. ഒരു ഡിഫറെൻറ്റ് സാധനങ്ങളാട്ടോ. ഇവർ ചായയുടെ ആൾക്കാരാണ്. എനിക്ക് തോന്നുന്നു ലോകത്ത് ഏറ്റവും കൂടുതൽ ചായ കൺസ്യൂം ചെയ്യുന്നൊരു രാജ്യം എന്ന് പറയുന്നത് ഇന്ത്യ ആയിരിക്കത്തില്ല, ചൈന ആയിരിക്കാനാണ് സാധ്യത. ഒരു കൊട്ടയ്ക്കകത്ത് എന്തൊക്കെയോ സാധനങ്ങളൊക്കെ ആയിട്ട് നടന്നു പോകുന്ന ഒരു അപ്പൂപ്പൻ. നല്ല പ്രായമുണ്ട് അപ്പൂപ്പനെ. നല്ല ഫോട്ടോസൊക്കെ എടുക്കണമെങ്കിൽ ഇതുപോലത്തെ ഡ്രസ്സ് വാങ്ങിക്കുക. നല്ല കിടിലം ഫോട്ടോ ആയിരിക്കും. പക്ഷേ അതിൽ ക്വാളിറ്റി ഒന്നുമില്ല. ചെറിയ പൈസയൊക്കെ ഇട്ടുന്ന സാധനങ്ങളാണ്. ഞങ്ങളിങ്ങനെ നടന്ന് ഇങ്ങനെ എത്ര കിലോമീറ്ററാണെന്നറിയോ? ഇതൊക്കെ കിലോമീറ്റേഴ്സാണ് കേസ്. ഇവിടെ അതിനിടയ്ക്ക് പന്നിയാണ്, പന്നിക്കട. പന്നിനെ ഗ്രില്ല് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇവിടെ ഒരു ചേച്ചി അവിടെ നിന്നിട്ട്. പന്നി ഗ്രില്ലിങ്. എൻ്റെ അമ്മ, എൻ്റെ മണം രക്ഷയില്ല. ഇത് കിലോമീറ്റർ കണക്കിന് ദൂരം അങ്ങോട്ടും ഇങ്ങോട്ടും. അതിങ്ങനെ ഇങ്ങോട്ട് പോയി ഇങ്ങനെ എന്താ പറയുക, കുത്തി വരച്ചിടുന്ന പോലെ തന്നെ ഫുള്ള് ഇത്തരത്തിലുള്ള കടകളാണ്, സ്ട്രീറ്റാണ്. ഇത് ഇവിടുത്തെ ഓൾഡ് ടൗൺ. ഏകദേശം നല്ല അടിപൊളിയായിട്ട് ഈ ഒരു രീതിയിൽ കുട്ടപ്പനാക്കി വെച്ചിട്ടുണ്ട് ഇവർ. Oh yeah, like this. Like we put our janwe, you know what janwe, right? The sacred thread Brahmins used to wear. They wear it like this. Yeah. Oh, it should not be. It should be insert. Not like this a bit. അങ്ങനെ ഇവരുടെ ഡ്രസ്സ് ട്രൈ ചെയ്യാൻ വേണ്ടി വന്നിരിക്കുകയാണ് ഗൈസ്. എങ്ങനെയുണ്ട്? അടിപൊളിയല്ലേ? അപ്പോൾ നമ്മൾ ഈ ഡ്രസ്സ് ഇട്ടിട്ട് നമുക്ക് പുറത്തിറങ്ങി നടക്കാം. എവിടെ വേണമെങ്കിലും പോയി ഫോട്ടോസ് എടുക്കാം, എന്ത് വേണമെങ്കിലും എടുക്കാം, വീഡിയോസ് എടുക്കാം, റീൽസ് എടുക്കാം. ഇവരൊക്കെ ടിക്ടോക്ക് ചെയ്യാൻ വേണ്ടി ഇവിടെ വരുന്നത് ശരിക്കും ഇവിടെ ഏറ്റവും കൂടുതൽ ചെയ്യുന്ന പെണ്ണുങ്ങളാണ്, ആണുങ്ങളല്ല. ആളുകളിങ്ങനെ ചെയ്യാറ് വളരെ കുറവാണ്. അപ്പോൾ ഇതിങ്ങനെ വന്നിട്ട് കോസ്റ്റ്യൂമൊക്കെ ഇട്ട് അവിടെ ഇവിടെയൊക്കെ പോയി ഫോട്ടോ എടുക്കാൻ വേണ്ടിയുള്ള പരിപാടിയാണ്. നിങ്ങളെല്ലാവരും വിചാരിച്ചാണ് സഹീർ ഭായ് അവിടെ പോയത്.
സൈർ ഭായ് രാവിലെ എണീക്കാൻ ലേറ്റ് ആയിപ്പോയി, അതുകൊണ്ട് സൈർ ഭായ്ക്ക് ഞങ്ങളുടെ ട്രെയിനിൽ കയറി വരാൻ പറ്റിയില്ല. സൈർ ഭായ് ഇപ്പോൾ ടാക്സിയിൽ വന്നുകൊണ്ടിരിക്കുകയാണെന്ന് പറയുന്നുണ്ട്, ഒരു 2 മണിക്കൂറായിട്ട് പറയുന്നുണ്ട്. എനിക്കിവിടെ എത്തിയിട്ടുണ്ടോ എത്തിയിട്ടില്ലയോ എന്നൊന്നും എനിക്കറിയത്തില്ല. വന്നു എന്ന് പറയാം. ഇത് ഇവിടുത്തെ ഈ എത്നിക് ആൾക്കാരുണ്ട്, അതായത് YI എന്നാണ് പറഞ്ഞത്, ഈ എത്നിക് വിഭാഗത്തിൽപ്പെടുന്ന ആളുകളുടെ ഒരു ട്രഡീഷണൽ കോസ്റ്റ്യൂമാണ് ഞാനിപ്പോൾ ധരിച്ചിരിക്കുന്നത്. ഓക്കെ, So today Do you want blessing? the Tosh festival also the belongs to for the belong to E. Okay. E ethnic people. Yeah. യെസ്. നല്ല അടിപൊളി മനോഹരമായിട്ടുള്ള ഒരു സോനിയർ ഷോപ്പ്. ഒരു മഴയൊക്കെ പെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കിനും നല്ല അടിപൊളിയായിട്ട് നിൽക്കുന്നുണ്ട്. ഫ്ലോറൊക്കെ നോക്കിയേ, വെള്ളമൊക്കെ വീണ് ഇങ്ങനെ നല്ല ഭംഗിയല്ലേ. കരിങ്കലിൻ്റെ മേളിൽ അല്ലെങ്കിൽ വെള്ളം വീണാൽ നല്ല രസമായിരിക്കും. നമ്മൾ നേരത്തെ ഒരു സാധനം കണ്ടില്ല, ഇവർ നിലത്തിരുന്ന് ചായ കുടിക്കാൻ വേണ്ടി സെറ്റപ്പ് ചെയ്യുന്ന ഒരു സാധനമാണ്, നിലത്തിരിക്കുന്നതിന് വേണ്ടിയുള്ള സാധനം. ഈ കെട്ടിടങ്ങളുടെയൊക്കെ പഴക്കം അജാതി ലുക്കാട്ടോ. എന്ത് ഭംഗിയായിട്ടാണ് ഇവരിതൊക്കെ മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്നത്. ഞങ്ങളിവിടെ ഒരു കടയിൽ വന്നിട്ട് ദൈവൻ ഇവിടെ ഇരുന്ന് മേക്കപ്പ് ചെയ്യുമായിരുന്നു. സാറേ ഹായ്. അവനും ഡ്രസ്സ് മാറി, അവനോട് ഇവിടെ പെണ്ണുങ്ങളൊക്കെ വന്നിരുന്ന് മേക്കപ്പ് ചെയ്യും. ആണുങ്ങൾക്ക് ചെയ്യണമെങ്കിൽ ചെയ്യാം, ഞാനൊന്നും ചെയ്തില്ല. ഞാൻ എന്തിനാ വെറുതെ മേക്കപ്പ് ചെയ്ത് കൊളവാക്കുന്നത്? ഉള്ളത് പോലെ ഇരിക്കുന്നതല്ലേ നല്ലത് അല്ലേ? അപ്പോൾ ഇവർ ഞങ്ങൾ രണ്ടും കൂടെ ഫോട്ടോ ഇനിയിപ്പോൾ അങ്ങോട്ട് ഫോട്ടോ സെഷൻ പരിപാടികൾ അങ്ങനത്തെ പരിപാടികളൊക്കെ ആയിരിക്കും. വീഡിയോ എടുപ്പ്, സാറിന് ഫോട്ടോ എടുപ്പ് തുടങ്ങി. ഈ പറഞ്ഞ പോലെ ഇങ്ങനത്തെ പരിപാടികളൊക്കെ ഭയങ്കര ഇഷ്ടമാണ് തോന്നുന്നു പുള്ളിക്ക്. അങ്ങനെ ഞങ്ങളുടെ ഫോട്ടോഷൂട്ട് പരിപാടികളെല്ലാം കഴിഞ്ഞ് ഞങ്ങളൊരു ചായയൊക്കെ കുടിച്ച് വീഡിയോയും ഫോട്ടോയൊക്കെ എടുക്കുകയായിരുന്നു. അവിടെ ഇരുന്ന് ആ കോഫി ഷോപ്പിൽ ഇരുന്നിട്ട്. അപ്പോൾ അവിടെ എല്ലാവരും അവിടെ ഇരുന്ന് സൈർ ഭായ് വന്ന് സൈർ ഭായിനെ അവിടെ ഇരുത്തി ഞാനും സെറനും കൂടെ ഞങ്ങൾ ജസ്റ്റ് നടക്കാൻ വേണ്ടി പോവാണ്. എന്തെങ്കിലുമൊക്കെ നമുക്ക് ചെറിയ വിൻഡോ ഷോപ്പിംഗ് പരിപാടികളൊക്കെ ചെയ്യാമല്ലോ. ഞാൻ കുറച്ച് സാധനങ്ങളൊക്കെ ഓൾറെഡി വാങ്ങിച്ചിട്ടുണ്ട്, ഇനി എന്തെങ്കിലുമൊക്കെ വാങ്ങാമല്ലോ. അപ്പോൾ നമുക്കിനി അടുത്ത പരിപാടി ഇവിടെ എന്തോ വൈകിട്ട് നേരം ഇവൻ്റ് ഉണ്ട്. ആ ഇവൻറ്റ് നമുക്ക് കവർ ചെയ്യണം. ടോർച്ച് ഫെസ്റ്റിവലിൻ്റെ ഭാഗമായിട്ടുള്ള ഇവിടുത്തെ എന്തൊരു പരിപാടി ഉണ്ട്. അപ്പോൾ അത് കവർ ചെയ്യണമെങ്കിൽ സൺസെറ്റ് ആവാറാവണം. സോ വി ഹാവ് ഓൾമോസ്റ്റ് 2 hours ഓഫ് ടൈം ഐ ഗസ്, റൈറ്റ്? യാ, സോ വി ഡു ഹാവ് ടൈം. ഇവന് പിന്നെ അങ്ങനെ പ്രശ്നമൊന്നുമില്ല. ഇവിടെ എല്ലാവരും ഇങ്ങനെയാണെന്നേ, നമ്മുടെ നാട്ടിലെ പോലെ അല്ല. അതായത് ഇവിടെ ആരെന്ത് വസ്ത്രം ഇടുന്നു അല്ലെങ്കിൽ ആരെങ്ങനെ നടക്കുന്നു എന്നുള്ളതൊന്നും ഒരു കാര്യമില്ല. നെവർ മൈൻഡാണ് എല്ലാവർക്കും, മനസ്സിലായോ? അതാണ് എനിക്ക് ഇഷ്ടപ്പെട്ട മറ്റൊരു കാര്യം. ഇപ്പോൾ നമ്മുടെ നാട്ടിൽ ഒരാണ് മേക്കപ്പ് ചെയ്ത് നടന്നു പറഞ്ഞാൽ അത് വലിയ പ്രശ്നമാണ്. അല്ലെങ്കിൽ പെണ്ണുങ്ങൾ ഉപയോഗിക്കുന്ന ബാഗ്, ആണുങ്ങൾ ഉപയോഗിക്കുന്ന ബാഗ്, അല്ലെങ്കിൽ ഒരാണ് പിങ്ക് കളറിലെ ഡ്രസ്സ് ഇട്ട പ്രശ്നമാണ്, പിങ്ക് ഷൂ ഇട്ട പ്രശ്നമാണ്, ഒരു പെണ്ണ് അത് ചെയ്ത പ്രശ്നമാണ്, പെണ്ണ് ഇത് ചെയ്ത പ്രശ്നമാണ്. ഇത് നമ്മൾ കുറേ സ്റ്റീരിയോടൈപ്പിക് ചിന്തകളുണ്ട് നമുക്ക്. ആ സംഭവം ഇവിടെ ഇല്ല. ഞാനങ്ങനെ അത് കണ്ടിട്ടില്ല. അതാണ് എനിക്ക് ഇവിടുത്തെ ഇഷ്ടപ്പെട്ട മറ്റൊരു കാര്യം. ഇവിടെ ആർക്ക് വേണേൽ എങ്ങനെ വേണേൽ നടക്കാം. ഓരോ ആൾക്കാർ തൊപ്പിയൊക്കെ വെച്ച് നടക്കുന്നതാണ്, ചില ആൾക്കാരുടെ ഹെൽമെറ്റ് കാണണം. നമ്മുടെയൊക്കെ നാട്ടിലാണെങ്കിൽ ആൾക്കാർ കളിയാക്കി കൊല്ലും. ഇവിടെ അങ്ങനത്തെ ഒരു പരിപാടിയില്ല. സോ ഇത് ഞങ്ങളുടെ ഡിന്നർ ടൈമാണ്. അപ്പം വൈകിട്ട് ഒരു 5:30 മണിയാകുമ്പോഴത്തേക്കിനും ഡിന്നർ കഴിക്കും. അതാണ് പരിപാടി. അപ്പോൾ ഇത്തവണ എന്തൊക്കെയാണ് ഓർഡർ ചെയ്തേക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇത് ഫിഷാണ് കേട്ടോ. ഇങ്ങനെ ഫിഷ് ഇങ്ങനെ ഇത് കണ്ടാൽ കറിയാന്ന് തോന്നും, പക്ഷേ ഇത് വേണേൽ കറിയായിട്ടും കഴിക്കാം. പിക്കിൾഡ് ഫിഷ് എന്ന് പറയും. ഇങ്ങനെ നല്ല 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 ടേസ്റ്റ് ആയിരിക്കും. ഇത് ഇങ്ങനെ അതല്ലാതെ എടുത്ത് കഴിക്കാം. പിന്നെ ഇത്രയും ആൾക്കാർ കഴിക്കാൻ ഇത്രയും ചോറാണ് അവർ കൊണ്ട് വെച്ചിരിക്കുന്നത്. പിന്നെ വാട്ട് ഇസ് ദിസ്? കിഡ്നി ബീൻസ്. Some kind of beans. ഓക്കെ, ഒരു ടൈപ്പ് ബീൻസ് ആണ്. In English, but I know the ഓക്കെ, സംതിങ് ലൈക്ക് കിഡ്നി ബീൻസ്. ഇത് ബീഫാണ്. ബീഫ് വിത്ത് ജിഞ്ചറും പിന്നെ അങ്ങനെ കുറേ സാധനങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട്. ഇത് വന്നിട്ട് ചിക്കനാണ്. ചിക്കൻ വിത്ത് ഇത്രയും ചില്ലിയും കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള സാധനം. ഇത് നമ്മുടെ എന്തോ ഒരു ചീര. പിന്നെ വാട്ട് ഇസ് ദിസ്? 这什么肉？牛皮筋，就是连接骨头和骨头的筋。beef bone. ബീഫ് ബോൺ. ഓക്കെ, ബീഫ് ബോൺ വെച്ചിട്ടുള്ള എന്തോ ഒരു കറി പോലത്തെ ഒരു സാധനമാണ്. പിന്നെ ആസ് യൂഷ്വൽ ചായ ഉണ്ട്. പിന്നെ ഇത് ഒരു ടൈപ്പ് കിഴങ്ങാണ്. ആ ഒരു കിഴങ്ങ് ഇങ്ങനെ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുകയാണ്. യമ്മിയാണ് സാധനം. പിന്നെ ദിസ് ഷുഡ് ബി ബീഫ്, റൈറ്റ്? ഇതും ബീഫാണ്. ഇപ്പം ഇത്രയും സാധനങ്ങളാണ് എല്ലാവരും കൂടെ കഴിക്കാൻ പോകുന്നത്. അടിപൊളിയല്ലേ? എന്തല്ലേ വേണ്ടേ? ഗ്രാൻഡ് സംഭവങ്ങൾ. Cartilage, not bone, the soft bone. സോഫ്റ്റ് ബോൺ. Yeah. ഓക്കെ. എന്തായാലും എല്ലാം ഒടുക്കത്തെ ടേസ്റ്റാണ്, ഒരു രക്ഷയില്ലാത്ത ടേസ്റ്റായില്ല. ഞങ്ങൾ കയറിയ റെസ്റ്റോറൻറ്റ് ഉണ്ടല്ലോ, കാണുമ്പോഴത്തേക്കിനും ഒരു ബുദ്ധക്ഷേത്രം പോലെയൊക്കെ ഫീൽ ചെയ്യുന്നില്ലേ? ഇല്ല, ആ ഒരു ഫീലല്ലേ മൊത്തത്തിൽ. ഫ്രണ്ടിൽ തന്നെ വെച്ചിരിക്കുന്ന നോക്കിയേ, പീഠത്തിൽ എന്താണെന്ന് നോക്കിയേ, ഒരു പന്നിയെ ഇങ്ങനെ സ്റ്റഫ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. നമുക്ക് കറക്റ്റ് പന്നിയുടെ ആ ഒരു സംഭവം ശരിക്കും ഒറിജിനൽ പന്നിയാണ്. അതിൻ്റെ നെയ്യൊക്കെ കണ്ടില്ലേ, ഇങ്ങനെ മേലെ ഇങ്ങനെ വന്നത് ഇപ്പുണ്ട്. പന്നീനെ സ്റ്റഫ് ചെയ്ത് വെച്ചിരിക്കുന്നത് കയറി വരുമ്പോൾ തന്നെ കാണുന്ന കാഴ്ച അതാ. ഇതും ഏകദേശം ആ ഒരു റോയൽ ഫീലില്ലേ. ഇതെന്താ സംഭവം അറിയോ? ഇത് ഇവിടുത്തെ ബാറാണ് കണ്ടല്ലേ. അവിടെ നല്ല നാടൻ വാറ്റും ചാരയാണ് വയ്ക്കാൻ വെച്ചിരിക്കുന്നത്. യു മിസ്ഡ് എ ലോട്ട് ടുഡേ. നിങ്ങളിപ്പോഴല്ലേ വരുന്നത്?
നിങ്ങളെല്ലാം മിസ് ചെയ്തു. ഓക്കെ ഗൈസ്, അപ്പോൾ സമയം 7:30 ഡിന്നർ കഴിഞ്ഞു 7:30. അപ്പോൾ ഇന്നലെ നമ്മൾ പോയെടുത്ത് കുറച്ചും കൂടെ തണുപ്പുണ്ടായിരുന്നു. ഇവിടെ ഇച്ചിരി തണുപ്പ് കുറവാണ്, ചൂടാണ്. ഞാനിന്ന് ജാക്കറ്റൊക്കെ എടുത്തോണ്ടാണ് രാവിലെ ഇറങ്ങിയത്, തണുപ്പ് ഉണ്ടാവുമെന്ന് കരുതി. പക്ഷേ സഹിക്കബിൾ തണുപ്പേ ഉള്ളൂ. സമയം രാത്രി 8 മണിയായി. നമ്മളിവിടെ സിറ്റിയിലുള്ള ഏതൊരു സ്ക്വയറിലേക്ക് പോവാണ്. അവിടെ എത്തി. അവിടെ എന്തോ ഒരു പരിപാടി ഉണ്ട്, വീഡിയോ എടുക്കണം എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് നമ്മൾ പോകുന്നത്. എന്താ പരിപാടി എന്നുള്ളത് മനസ്സിലാകുന്നില്ല. ഇതൊരു ഫുഡ് സ്ട്രീറ്റ് പൊളിച്ച് എല്ലായിടത്തും കാണും. പാട്ടൊക്കെ വെച്ചിട്ട് ഇവർ ഡാൻസ് കളിക്കുന്ന പരിപാടി. അത് പ്രായമായിട്ടുള്ള ആൾക്കാരായിരിക്കും കൂടുതൽ അങ്ങനെ ഡാൻസ് കളിക്കുന്നത്. ഇവിടെ എല്ലായിടത്തും ഉള്ള പോലെ തന്നെ കണ്ട അടിപൊളി ഒരു ഫുഡ് സ്ട്രീറ്റ് ഉണ്ട്. ഇവരുടെ ഫുഡ് സ്ട്രീറ്റ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര കളർഫുൾ ആയിരിക്കും. എന്ത് രസമല്ലേ, ഒരു രക്ഷയിലാണ്. ഈ സാധനമാണ് നമ്മളെന്താ കഴിച്ചത്. ഇതൊരു കൈൻഡ് ഓഫ് പൊട്ടറ്റോ ആണ്. ഇത് കണ്ട നല്ല ടേസ്റ്റ് ആയിരുന്നു. ഇവിടെ എന്തോ പാട്ടും പരിപാടികളും ഡാൻസും സംഭവങ്ങളൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു. അവിടെ ഒരു സൈഡിൽ പാട്ട്, ഇപ്പുറത്തെ സൈഡിൽ ഇവിടെ ഡാൻസ്. ആ പാട്ട് കേട്ടാണ് ഇവിടെ എല്ലാവരും നിന്ന് ഡാൻസ് കളിക്കുന്നത് കേട്ടോ. അതൊക്കെ ചുമ്മാ ഇത് ഒരു വ്യായാമം പോലെ ചെയ്യുന്ന പരിപാടിയാണ്. നമുക്കിത് ചൈനയിലും ഹോങ്കോങ്ങിലൊക്കെ പല സ്ഥലത്തും കാണാൻ പറ്റും. ഓരോ കമ്മ്യൂണിറ്റിയിലും ആൾക്കാർ ചിലപ്പോൾ കൂടി നിന്ന് ചെയ്യും. നമ്മുടെ സൂംബ പോലത്തെ മറ്റൊരു വേർഷനായിരിക്കും. നമ്മുടെ നാട്ടിൽ നമ്മളിപ്പോഴും ചെയ്യാത്ത അല്ലെങ്കിൽ വളരെ കുറച്ച് ചെയ്യുന്നൊരു കാര്യമാണ് ലാൻഡ്സ്കേപ്പിംഗ് എന്ന് പറയുന്നത്. വീട് മാത്രമല്ല, നാടും ലാൻഡ്സ്കേപ്പ് ചെയ്ത് ഭംഗിയാക്കണം. ഇപ്പോൾ ഇവിടെ തന്നെ ഉണ്ടല്ലോ, ഈ പാർക്കിന് അങ്ങേ അറ്റം മുതൽ ഇങ്ങനെ അറ്റം വരെ മരങ്ങൾ നട്ടിട്ടുണ്ട്. ഈ മരത്തിൻ്റെ മേളിലേക്ക് മറ്റേ ലൈറ്റ് കൊടുത്തിട്ടുണ്ട്, അതുവരെ കൊടുത്തിട്ടുണ്ട്, ലൈറ്റ് വരെ കൊടുത്തിട്ടുണ്ട്. അതൊക്കെ രാത്രി ആകുമ്പോഴത്തേക്കും കത്തി ആ ഒരു വൈഭാവം എല്ലായിടത്തും ഭംഗിയായിട്ട് ഇട്ടിരിക്കുന്നതിൻ്റെ ഒരു മെയിൻ റീസൺ ആ ലാൻഡ്സ്കേപ്പിങ്ങിൻ്റെയാണ്. നമ്മുടെ നാട്ടിലും ഗവൺമെൻറ് നല്ല രീതിയിൽ പൈസ ഇറക്കി ലാൻഡ്സ്കേപ്പ് ചെയ്യുകയാണെങ്കിൽ പല സ്ഥലത്തും ലാൻഡ്സ്കേപ്പ് ചെയ്യുന്നത് ആരെങ്കിലുമൊക്കെ സ്പോൺസർ ചെയ്തിട്ടാ കണ്ടിട്ടില്ലേ പല സ്ഥലത്തും. ദിസ് ഗാർഡൻ ഈസ് മെയിൻറ്റെയിൻഡ് ആൻഡ് സ്പോൺസേർഡ് ബൈ എന്നൊക്കെ പറഞ്ഞിട്ട് ആൾക്കാർ വെച്ചിരിക്കുന്നത്. അതുപോലെങ്കിലും ചെയ്യാൻ സമ്മതിക്കണം കുറേയൊക്കെ. അതുപോലെ മെട്രോ തൂണുകൾക്ക് താഴെയൊക്കെ ഫുള്ള് നല്ല ചെടിയൊക്കെ നട്ട് അടിപൊളിയാക്കാൻ പറ്റും. എന്തോരം ഭംഗിയാക്കാൻ പറ്റും ഓരോ കാര്യങ്ങൾ അല്ലേ. ഞങ്ങൾ തിരിച്ചു റെയിൽവേ സ്റ്റേഷനിൽ പോകാനായിട്ട് ഒരു വണ്ടി വിളിച്ചാണേ. നോക്കിക്കേ, ടെസ്ല പോലെയല്ലേ കാണാനായിട്ട്, പക്ഷെ അതല്ല, അതിൻ്റെ പകർപ്പാണ് മറ്റൊരു സാധനം. അതേപോലെ ഉണ്ട്. സൈർ ബൈ പാസ്പോർട്ട് എടുക്കാതെ വന്നത്. അപ്പോൾ പാസ്പോർട്ട് ഇല്ലാണ്ട് ട്രെയിനിൽ കയറാൻ പറ്റില്ല നമുക്ക്. അങ്ങനെയാണ് ഇവിടുത്തെ പരിപാടി. അപ്പോൾ പുള്ളി ടാക്സി ബുക്ക് ചെയ്തിന് തിരിച്ച് ടാക്സിക്ക് പോകണം. ട്രെയിനിനാണ് 20 മിനിറ്റ് മതി, ടാക്സിയാണ് 1.5 മണിക്കൂർ എടുക്കും. കാറാണെങ്കിൽ അതാണ് വ്യത്യാസം. ബുക്ക് മാടിയാ ബുക്ക് മാടി. അങ്ങനെ നമ്മൾ പരിപാടിയെല്ലാം കഴിഞ്ഞ് തിരിച്ച് നമ്മൾ താമസിക്കുന്ന സ്ഥലത്തെത്തി. രാത്രിയായി വന്നപ്പോഴത്തേക്കും രാവിലെ പോയി രാത്രി വരുന്നു. ഇന്ന് നല്ലൊരു ദിവസമായിരുന്നു. വളരെ വ്യത്യസ്തമായിട്ടുള്ള കുറച്ച് കാഴ്ചകളൊക്കെ കാണാൻ പറ്റി, കുറച്ച് അനുഭവങ്ങളൊക്കെ കിട്ടി. എന്തായാലും സംഭവം ഗംഭീരമായിരുന്നു. അപ്പോൾ ഇനി നാളെ ഉണ്ട് നമ്മളിവിടെ. നാളെ നമ്മൾ വേറൊരു കിടലൻ സ്ഥലത്തേക്കാണ് നമ്മൾ പോകുന്നത്. അത് നമുക്ക് നാളെ കാണാം.